ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്സഭായേ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 2ാം ദിനം. ദേവിയുടെ മാഹാത്മ്യകഥ, അതായത് ലളിതാ ത്രിപുര സുന്ദരി ദേവിയുടെ മാഹാത്മ്യകഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലാണ് ലളിതോപാഖ്യാനം രചിച്ചിട്ടുള്ളത്. ആ ലളിതോപാഖ്യാനത്തിലാണ് ദേവിയുടെ മാഹാത്മ്യവും അവതാര കഥകളും പറഞ്ഞിട്ടുള്ളത്. ഭവാനി സ്തോതും ത്വാം പ്രഭവതി ചതുർഭിർനതനൈഃ പ്രജാനാമീശാനസ്ത്രിപുരമദനഃ പഞ്ചഭിരഭിഃ ന ഷഡ്ഭിഃ സേനാനി ദശശതമുഖൈഃ അപ്യഹിപതിഃ തദാന്യേഷാം കേഷാം കഥയ കഥമസ്മിൻ അവസരഃ. അതായത് ദേവിയുടെ, ലളിതാ പരമേശ്വരിയുടെ മാഹാത്മ്യ കഥ അല്ലെങ്കിൽ അവതാര കഥ, ദേവിയുടെ മഹാത്മ്യത്തെ പറ്റി എന്തിനു പറയുന്നു? ചതുർമുഖനായ ബ്രഹ്മാവിനോ പഞ്ചമുഖനായ സാക്ഷാൽ പരമശിവനോ അതുമല്ലെങ്കിൽ ഷൺമുഖനായ സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനോ എന്തിനു പറയുന്നു? 1000 തലയുള്ള അനന്തനോ സാധിക്കുന്നതല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകമുഖൻ അല്ലെങ്കിൽ ഒരു തല മാത്രമുള്ള നമ്മൾ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? അത് നമുക്ക് അത്രയേറെ കഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ എളിയ ഒരു പരിശ്രമമാണ് ഈ ദേവിയുടെ മാഹാത്മ്യ കഥ പറയുവാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. തെറ്റുകുറ്റങ്ങൾ ഉറപ്പായും ഉണ്ടാകും. സഭയിലെ എല്ലാവരും, സദസ്സിലെ എല്ലാവരും തന്നെ അത് ക്ഷമിക്കുമെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ കഥ ആരംഭിക്കുന്നത് അവിടെ ലോപാമുദ്രപതിയായ അഗസ്ത്യ മഹർഷി തീർത്ഥാടനത്തിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക്? വലിയ വലിയ പുണ്യക്ഷേത്രങ്ങളിലെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരികയാണ്. ഇവിടെ കാഞ്ചീപുരത്തെത്തി. ലോപാമുദ്രപതിയായ അഗസ്ത്യ മഹർഷി കാഞ്ചീപുരത്തെത്തിയിട്ട് അവിടെ കാമാക്ഷിയെയും ഏകാംബരേശ്വരരെയും തൊഴുത് കഴിഞ്ഞ് വിശ്രമവേളയിൽ അഗസ്ത്യ മഹർഷി വിചിന്തനം ചെയ്യുകയാണ്, അവലോകനം ചെയ്യുകയാണ്. ഇത്രയും നാൾ നടത്തിയ യാത്രയിൽ കടന്നുപോയ സംഭവങ്ങളും കടന്നുപോയ കാഴ്ചകളും അവലോകനം ചെയ്യുകയാണ്. അപ്പം അങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ മഹർഷിക്ക് മനസ്സിലാകുന്നു ലോകത്തെമ്പാടും ധർമ്മക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെ? ആർക്കും തന്നെ, നമ്മളിൽ ആർക്കും, അല്ലെ ജനങ്ങളിൽ ആർക്കും തന്നെ മോക്ഷേച്ഛയില്ല, മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹമില്ല. എല്ലാവരും എന്താണ് ഈ ത്രയോപസ്തംഭം എന്ന് പറയുന്ന പോലെ ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം, ഇതിൽ മാത്രം ഫോക്കസ് ചെയ്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അല്ലെ? എല്ലാവരും ശിഷ്ണോദര സുഖികളായിട്ട് ജീവിക്കുകയാണ്. ആർക്കും തന്നെയും ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നേടണം, അതായത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ, ഈ പാതയിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹമില്ല. അതിൽ മഹർഷി വളരെയേറെ വ്യസനിക്കുകയും എന്തു ചെയ്യുന്നു? മഹർഷി ഉടൻ തന്നെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും ചെയ്യുന്നു. മഹാവിഷ്ണുവിനെ തപസ് ചെയ്തപ്പോൾ മഹാവിഷ്ണു ഹയഗ്രീവ രൂപത്തിൽ, ഏതാണ്? ജ്ഞാനമൂർത്തിയായ ഹയഗ്രീവ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചോദിക്കുന്നു, ഭക്ത മഹർഷിയെ എന്താണ് ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ മഹർഷി തന്റെ വ്യസനത്തെ പറയുകയാണ് ഭഗവാനോട്. അപ്പൊ ഭഗവാൻ പറയുന്നു, ഈ മായ, അതായത് നമ്മൾ എല്ലാവരും അകപ്പെട്ടിട്ടുള്ളത് ഒരു പ്രളയത്തിലാണല്ലേ? പ്രളയം, ഒരു മായയിൽപ്പെട്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഈ മായയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുന്നത്? സാക്ഷാൽ ഭഗവതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവതിക്ക് മാത്രമേ ഭുക്തിയും മുക്തിയും തരുവാൻ സാധിക്കുകയുള്ളൂ. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടി സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കലയതി ഭവാനി ത്വമിതി യഃ തഥൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീ മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം. അതായത് ഭഗവതിയുടെ പുറകെ, അല്ലെങ്കിൽ ഭഗവതിയെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഭവാനി ത്വം ദാസ, അതായത് ഭഗവതി എനിക്ക് താങ്കളുടെ ദാസനായി നിലകൊള്ളണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവതി എന്താണ്? ഭവാനി ത്വം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഭഗവതി അങ്ങ് നമുക്ക് വരും ഇങ്ങോട്ട് തന്നെ. ഭവാനിത്വമാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് വിചാരിച്ച്, ഭവാനിത്വം എന്ന് പറഞ്ഞ മോക്ഷം, അതാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ മുക്തി, അല്ലെങ്കിൽ ഭഗവതിയുടെ കാലിൽ അടയുക,
നമ്മൾ അല്ലെ, സായുജ്യം അണയുകയാണ് ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഭഗവതി ഉടൻ തന്നെ ഭവാനിത്വം തരുന്നു. നമ്മൾ ചോദിച്ചത് എന്താണ്? ഭഗവതിയുടെ ദാസനാകണം എന്നാണ് ചോദിച്ചത്. പക്ഷേ ഭഗവാൻ തന്നതെന്ത്? ഭഗവാന്റെ കൂടെ, ഭഗവാനിൽ നമ്മളെ ലയിപ്പിക്കും. അങ്ങനെയുള്ള ദേവി, അതായത് നമുക്കറിയാം വാഞ്ചിതാർത്ഥ പ്രദായിനി എന്നൊക്കെ പേരുള്ളത് ആർക്കാണ്? ഭഗവതിക്കാണല്ലേ. അങ്ങനെയുള്ള ഭഗവതിയാൽ മാത്രമേ ഉള്ളൂ ഈ പ്രളയത്തിൽ അല്ലെ ഈ മായയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഭഗവതിയുടെ മഹാത്മ്യം ശ്രവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ മായയിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹയഗ്രീവ മൂർത്തി പറയുകയാണ് അഗസ്ത്യ മഹർഷിയോട്. അപ്പം അഗസ്ത്യ മഹർഷി പറയുന്നു, എന്നാൽ ദേവിയുടെ മഹാത്മ്യ കഥ പറഞ്ഞു തന്നാലും എന്ന് ആവശ്യപ്പെടുമ്പോൾ ഹയഗ്രീവ മൂർത്തി പറയുന്നു, ഞാൻ ഈ കഥ തന്നെ ശിവനും ദുർവാസാവിനും ബ്രഹ്മാവിനും ഒക്കെ ഓതി കൊടുത്ത് മടുത്തിരിക്കുകയാണ്. വീണ്ടും എന്നോട് ഈ കഥ പറയാൻ പറയരുത്. അതുകൊണ്ട് തന്നെ എന്റെ അംശാവതാരമായ ഹയഗ്രീവ മഹർഷി വരികയും ഹയഗ്രീവ മഹർഷി താങ്കൾക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു തരികയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഹയഗ്രീവ മഹർഷിയുടെ അവതാരം നടക്കുന്നു. അങ്ങനെ ഹയഗ്രീവ മഹർഷിയും കൂട്ടി അഗസ്ത്യ മഹർഷി തന്റെ ആശ്രമത്തിലോട്ട് പോയിട്ട് അവിടുന്നാണ് ഈ ദേവിയുടെ മഹാത്മ്യ കഥകൾ പുറത്തു വരുന്നത്. അപ്പോൾ എവിടെയാണ് ഈ കഥയുടെ തുടക്കം എന്നാൽ അങ്ങ് അകലെ നോക്കൂ, അതാ ഉത്തരദിശയിൽ അസ്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജഃ പൂർവാപരോ വാരിണി ദിഗ്വികാര്യ സ്ഥിതഃ പൃഥിവ്യാം ഇവ മാനദണ്ഡഃ. അതാ അവിടെ ഉത്തരദിശയിൽ വെള്ളി പൂശിയ മലനിരകൾ കണ്ടില്ലേ? ആ പുണ്യ പാവന ഭൂമിയിൽ കൈലാസ നിരകളിൽ ഒരാൾ തപസ്സിരിക്കുകയാണ്. ആരാണ് അവിടെ തപസ്സിരിക്കുന്നത്? തുംഗപിംഗജടാകലാപവും ഇന്ദുഗംഗഭുജംഗവും തുംഗപിംഗജടാകലാപവും ഇന്ദുഗംഗഭുജംഗവും വിദില നടസുത ചതുല ശീകളജാലവും സുഖഘോരവും തുംഗപിംഗജടാകലാപവും ഇന്ദുഗംഗഭുജംഗവും നിതില നടസുത ശതുല ശീകളജാലവും സുഖഘോരവും ചന്ദ്രമൗലി ശംഭോ കുണ്ടലീശ്വര കുണ്ടലങ്ങളും അണ്ടരാപരിഹാരവും കുണ്ടലീശ്വര കുണ്ടലങ്ങളും അണ്ടരാപരിഹാരവും കണ്ഡപരശുതുരംഗശൂലകപാലചാരുഭുജംഗവും കുണ്ടലീശ്വര കുണ്ടലങ്ങളും അണ്ടരാപരിഹാരവും ഗണ്ഡപരശുതുരംഗശൂലകപാലചാരുഭുജംഗവും ചന്ദ്രമൗലേ